ജ്ഞാനവും സ്നേഹവും ശ്രദ്ധയും സംഗമിക്കുന്ന സ്ഥാനമാണ് ധ്യാനം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളെ സ്നേഹത്തിലേക്ക് ഉയർത്തും. ഞാൻ വീണ്ടും പറയുന്നു, പ്രപഞ്ചശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് അഥവാ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികർമ്മങ്ങളിലും അന്തർലീനമായിരിക്കുന്ന നിയമത്തെക്കുറിച്ചും ശക്തിവിശേഷങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നിങ്ങളുടെ സ്നേഹത്തെ ഉയർത്തുന്നു. ജീവിതത്തിലെ 3 പ്രധാന ഘടകങ്ങൾ ജ്ഞാനം, ജാഗരൂകത, സ്നേഹം. നിങ്ങൾ എപ്പോഴൊക്കെ അസ്വസ്ഥമാകുന്നുവോ അതിന് കാരണം ഇവയിലേതെങ്കിലും ഒന്നിന്റെ കുറവാണ്. അറിവിന്റെയോ ജാഗരൂകതയുടെയോ സ്നേഹത്തിന്റെയോ അഭാവം മൂലമാണ് നാം ദുഃഖിതരാകുന്നത്. സ്നേഹത്തിന്റെ കുറവ് ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കും. സ്നേഹം നഷ്ടമാകുന്നതിന് എന്ന ഒരു ഭയം ദുഃഖത്തിന് കാരണമാകുന്നു. സ്നേഹം വേണമെന്ന ജ്വരവും ദുഃഖത്തിന് കാരണമാകാറുണ്ട്. എപ്പോഴെങ്കിലും എപ്പോഴൊക്കെ ജാഗരൂകതയുടെ കുറവുണ്ടാകുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ ആകെ കുഴപ്പത്തിലാവുന്നില്ലേ? എങ്ങനെയാണ് അവിടെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്? അതിന് കാരണം നിങ്ങൾ അവിടെ ജാഗ്രത പാലിച്ചില്ല എന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ അവിടെ നഷ്ടപ്പെട്ടു. ജാഗരൂകതയുടെ കുറവ് ദുഃഖത്തിന് കാരണമാകുന്നു. 3ാമത്തെ കാര്യം ജ്ഞാനത്തിന്റെ അഭാവമാണ്. അറിവിന്റെ കുറവ് നിങ്ങളെ ദുഃഖത്തിലാക്കുന്നു. ജ്ഞാനവും ജാഗരൂകതയും സ്നേഹവും പരിപോഷിപ്പിക്കാൻ യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും നമുക്ക് കഴിയുന്നു. അത് അറിവിനെ ഉയർത്തുന്നു, അത് ശ്രദ്ധയെ ഉയർത്തുന്നു. അപ്പോൾ നിങ്ങളിൽ സ്നേഹവും ഉദിച്ചുയരുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും സ്വന്തം വീടിനുള്ളിലാണെന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നു. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ധ്യാനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ഇടയിൽ കുറെ പേർ ജ്ഞാനത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ മറ്റു കുറെ പേർ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. എന്നാൽ വേറെ കുറെ പേർ ജാഗരൂകതയിലേക്കാണ് കൂടുതൽ അടുക്കുന്നത്. എന്നാൽ ധ്യാനം ഇവ 3നെയും ചേർത്ത് വയ്ക്കുന്നു. സ്നേഹം, ജ്ഞാനം, ജാഗരൂകത. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു നിർത്തുകയാണെങ്കിൽ മറ്റ് 2 എണ്ണവും കൂടി തനിയെ നിങ്ങളിലേക്ക് വന്നെത്തുകയായി. നിങ്ങൾ ശരിക്കും ആരാണെന്നും ഈ പ്രപഞ്ചമെല്ലാം എന്താണെന്നുമുള്ള അറിവ് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടിയാൽ അപ്പോൾ സ്നേഹമില്ലാത്ത ഒരാളാകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മഹാന്മാരായ സ്നേഹം നിറഞ്ഞ മഹത്തുക്കളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കത്ത് ശാസ്ത്രജ്ഞന്മാർ പുറത്തുവിടുകയുണ്ടായി. ഐൻസ്റ്റീൻ മകൾക്ക് അയച്ച കത്തായിരുന്നു അത്. നിങ്ങളിൽ എത്ര പേർ ആ കത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? 50 വർഷത്തിലേറെയായി ആ കത്ത് പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പുറത്തുവിട്ടു. ഐൻസ്റ്റീൻ അതിൽ പറഞ്ഞത് സ്നേഹമാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും ശക്തമായ കാര്യമെന്നാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളെ സ്നേഹത്തിലേക്ക് ഉയർത്തും. ഞാൻ വീണ്ടും പറയുന്നു, പ്രപഞ്ചശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് അഥവാ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികർമ്മത്തിലും അന്തർലീനമായിരിക്കുന്ന നിയമത്തെക്കുറിച്ചും ശക്തിവിശേഷങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നിങ്ങളിലെ സ്നേഹത്തെ ഉയർത്തുന്നു. നിങ്ങൾ ജാഗരൂകത പാലിക്കുമ്പോഴും ഇതുപോലൊരു അനുഭവമായിരിക്കും നിങ്ങളിൽ സംഭവിക്കുക. ഇതിനെയാണ് ബുദ്ധമത വിശ്വാസികൾ പറയുന്നത് ശ്രീബുദ്ധന്റെ വഴി ജ്ഞാനമല്ല, അത് ജാഗരൂകതയാണെന്ന്. കേവലം നിങ്ങളെ ശൂന്യമാക്കുക, അറിവുകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുകയല്ല വേണ്ടത്. എല്ലാം ഒഴിഞ്ഞ് നിങ്ങൾ ശൂന്യമാകുകയാണ് വേണ്ടത്. ജാഗരൂകതയുടെ ആകമാനം നിങ്ങളിൽ പരിശീലിക്കുക. ഇതിനെയാണ് സെൻ എന്ന് പറയുന്നത്. സെൻ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ധ്യാനത്തിന്റെ മാറ്റപ്പെട്ട മറ്റൊരു രൂപമാണത്.
ധ്യാനം കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ അത് സെന്നായി മാറി. ധ്യാനവും സെന്നും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളല്ല, ഇവ ഒന്ന് തന്നെയാണ്. ആ കാലഘട്ടത്തിലൂടെ കുതിരപ്പുറത്തോ കാൽനടയായോ സഞ്ചരിച്ചപ്പോൾ അത് ഉച്ചരിക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ വന്നു എന്നേ ഉള്ളൂ. ജീവിതം എപ്പോഴും ഇതുപോലെയാണ്. നിങ്ങളുടെ സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിടത്ത് മാത്രം നിങ്ങൾ ഒട്ടിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഇടങ്ങൾ ഒഴിഞ്ഞുകൊടുക്കണം. നിങ്ങൾ അവർക്ക് ഇടമുണ്ടാക്കി കൊടുക്കണം. സംഭവങ്ങൾക്കു വേണ്ടി, ജനങ്ങൾക്കു വേണ്ടി, കാര്യങ്ങൾക്കു വേണ്ടി നിങ്ങൾ ഇടം കൊടുക്കണം. എന്തെന്നാൽ ഓരോ സംഭവവും കടന്നുപോകുന്ന, ഓരോ വ്യക്തിയും കടന്നുപോകുന്നത് സങ്കല്പത്തിനതീതമായ വഴിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭാവന ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ കേട്ട ഒരു കഥ ഓർമ്മയിൽ നിന്ന് പറയട്ടെ. ഒരിക്കൽ ഒരു മോഷ്ടാവ് ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നു. അയാൾ സന്യാസിയോട് പറഞ്ഞു, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണാനായി എത്തിയത്. എന്റെ തൊഴിലായ മോഷണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ദയവായി നിങ്ങൾ എന്നോട് പറയരുത്. മോഷ്ടിക്കാനുള്ള അദമ്യമായ വാസനയുള്ള ഒരാളാണ് ഞാൻ. മോഷണം എന്റെ ദൗർബല്യമാണ്. ഇതൊഴികെ അങ്ങ് പറയുന്ന ഏത് കാര്യങ്ങളും ഞാൻ അനുസരിക്കാം. സന്യാസി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ, കാര്യങ്ങൾ അങ്ങനെയാണോ? എങ്ങനെ മോഷണം നടത്തണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് സന്യാസി തുടർന്നു, നിങ്ങൾ ഇനി മുതൽ 100% ജാഗരൂകതയോടെ മോഷ്ടിക്കുക. മോഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ ഓരോ ചലനങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണ ബോധമുണ്ടാകണം. 100% ജാഗരൂകതയോടെ നിങ്ങൾ മോഷ്ടിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? കള്ളൻ പറഞ്ഞു, ഇത് വളരെ എളുപ്പമാണല്ലോ. എന്തു തന്നെയായാലും കാവൽക്കാരനായ പോലീസുകാരിൽ ഞാൻ ജാഗ്രത പാലിക്കുന്നവനാണ്. എന്റെ മോഷണം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതിലും എനിക്ക് ജാഗ്രതയുണ്ട്. ഇത്രയും പറഞ്ഞ് കള്ളൻ അവിടെ നിന്നും പോയി. 10 ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും സന്യാസിയുടെ അരികിലെത്തി. അയാൾ സന്യാസിയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ തൊഴിലിനെ നശിപ്പിച്ചു. പറയൂ, ഞാനിപ്പോൾ എന്തു ചെയ്യും? എനിക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യണം. വളരെ ബോധത്തോടെ ഞാൻ എപ്പോഴൊക്കെയോ മോഷ്ടിക്കാൻ ശ്രമിച്ചുവോ അപ്പോഴെല്ലാം എനിക്കതിന് കഴിയാതെ പോയി. എന്റെ കൈകൾ കക്കാനായി ചലിക്കുന്നില്ല. ഞാൻ ഒഴിഞ്ഞ കൈകളുമായാണ് എല്ലാ ദിവസവും മടങ്ങാറുള്ളത്. ഞാനിപ്പോൾ കുറ്റം ചുമത്തപ്പെട്ട ആളെപ്പോലെയാണ്. എന്റെ തൊഴിൽ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. ജാഗരൂകതയുടെ അഭാവം ജീവിതത്തിൽ തെറ്റുകൾക്ക് കാരണമാകുന്നു. അതേപോലെ സ്നേഹത്തിന്റെ അഭാവം ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു. അറിവ്, ജാഗരൂകത, സ്നേഹം, ഈ 3 കാര്യങ്ങളുടെ പൊതുവായ സ്ഥാനം അഥവാ സംഗമസ്ഥാനമാണ് ധ്യാനം.